ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊക്കെ കുറച്ച് സപ്പോർട്ടയൊക്കെ കൊണ്ടുവന്നിരിക്കണ്. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ വെച്ചിട്ടാട്ടോ. അതിനൊരു ഷെയ്ക്ക് അടിക്കുന്ന മുമ്പ് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ സംഭവം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് നോമ്പൊക്കെ ആവുമ്പോൾ ഇത് രാവിലെയൊക്കെ അടിച്ച് വെച്ചാൽ വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് ഇത്തിരി പണി എളുപ്പമായിരിക്കും കേട്ടോ. നോമ്പ് ഉള്ളവർക്ക് മാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്ക് സപ്പോട്ടയൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ കുഞ്ഞു കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഷേക്ക്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള പഞ്ചസാര, പാല്, വിപ്പിംഗ് ക്രീം, പിന്നെ നമ്മുടെ സപ്പോട്ട. അപ്പോൾ ഇനി സപ്പോട്ട നന്നായി നമുക്ക് വൃത്തിയാക്കിയൊക്കെ വെക്കാം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിന് സുന്ദര കുട്ടപ്പനാക്കി ഒക്കെ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സപ്പോട്ട എന്ന സാധനം എൻ്റെ അങ്കൂസിന് വെറുതെ കൊടുത്താൽ അവൻ കഴിക്കും. പക്ഷെ ആ അല്ലൂസ് അത് തിന്നില്ല കേട്ടോ. അവന് ഈ സപ്പോട്ട പറഞ്ഞാൽ അയ്യേ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു മറുപടി ആൾ. അപ്പോൾ അവനക്ക് ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, കുട്ടികൾക്ക് ചൂടൊന്നും താങ്ങില്ലല്ലോ, അത് അവനെ പറഞ്ഞാൽ കേൾക്കില്ല. ഇതെന്നല്ല, ഓറഞ്ച് മുന്തിരി അതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ദേഹമൊക്കെ ഒന്ന് തണുക്കണച്ച ഇങ്ങനെ സപ്പോട്ട അങ്ങനെ തണുപ്പുള്ള സംഭവങ്ങളൊക്കെ കഴിക്കണമല്ലോ. അത് അവൻ്റെ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അപ്പോൾ ഈ ഷെയ്ക്കായി കൊടുത്ത ഇതല്ല വേറെ ഏത് ഷെയ്ക്കാന്ന് പറഞ്ഞാൽ ആൾ കുടിച്ചോളും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് സപ്പോട്ട ഒരു ഷെയ്ക്ക് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രി ഈ ഒരു പണി ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രാവിലെ നമുക്ക് ഷെയ്ക്ക് അടിക്കുമ്പോൾ ആ സമയത്ത് ഇതെടുത്തിട്ട് പാലിലപ്പോൾ ആക്കിയിട്ട് ആക്കാൻ വെച്ചത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും പിന്നെ അതിലേക്ക് നമുക്ക് സപ്പോട്ട ഇടാം. സപ്പോട്ട ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പാത്രത്തിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. പാത്രത്തിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് പാൽ വേണം. അപ്പോൾ 1 ഗ്ലാസ് പാൽ അവിടെ ഒഴിച്ച് വെച്ചിരിക്കണം. ആ പാലെടുക്കുക, അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അത് പാലും ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ ഈ സപ്പോട്ടയും പഞ്ചസാരയുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഇത് രണ്ടും നന്നായി സ്പൂൺ വെച്ചിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി കുറച്ച് നേരം മെനക്കെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് ഇളക്കി മറിച്ച് അവിടെ വെക്കുക. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണം കേട്ടോ. ഇത് ഞാൻ 500ൻ്റെ ഒരു പാക്കറ്റാട്ടോ മേടിച്ചിരിക്കണ് വിപ്പിംഗ് ക്രീം. ഈ 500ൻ്റെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നന്നായി ഒഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കാം. നന്നായി ഒന്ന് എല്ലാവിടെയും ഒന്ന് നന്നായി ബീറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് നിർത്തി വെച്ചിട്ട് പിന്നെയും കുറച്ച് നേരം നിർത്തി വെച്ച് പിന്നെയും കുറച്ച് നേരം അങ്ങനെ അടിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ആശ്വാസത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആക്കായി ഇത് ഒന്ന് കുറുകുന്ന രൂപത്തിലാവണം കേട്ടോ. അത്രക്ക് കുറുകലും പാടില്ല, അങ്ങനെ ലൂസും ആകാൻ പാടില്ല. അങ്ങനത്തെ ഒരു പരുവാണ്. അതുവരെ ഒന്ന് അടിക്കുക. അപ്പോൾ ഏകദേശം കുറുക്കൊക്കെ അയക്കണം. അപ്പോൾ ഇടയിൽ ഞാൻ നിർത്തുന്നുണ്ട്, പിന്നെയും ഒന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെ ഇടയിൽ ആക്കെ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിർത്തുക, അടിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെയും കുറച്ച് നേരമൊക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കുറുക്കം വരും കേട്ടോ. ഇതിന് ഇങ്ങനത്തെ എന്നാൽ ലൂസും അല്ല എന്നാൽ കട്ടിയല്ല, ഒരു ഏകദേശം ഒരു കട്ടി അതായത് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ അടിക്കുമ്പോൾ ക്രീം പോലെ ആകരുത്, എന്നാൽ എങ്ങനെയാ നല്ല ലൂസും ആകരുത്, അങ്ങനത്തെ ഒരു പരുവാകണം കേട്ടോ. അങ്ങനെയൊക്കെ ആയതിനു ശേഷം നമുക്ക് നല്ല അടപ്പുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഒഴിച്ചു വെച്ച് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഷേക്കൊക്കെ ഇപ്പോൾ നോൽബൊക്കെ ആകുമ്പോഴും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് കൊടുക്കാനും അതിനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുക, പാലും വെച്ചിട്ട് അടിക്കുക. അങ്ങനെ എളുപ്പമല്ലേ ഈ പരിപാടി. അപ്പോൾ ഇതിനങ്ങനെ നമുക്ക് ഞാൻ ഐസ്ക്രീമിൻ്റെ പെട്ടിയിലാട്ടോ ആക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ പെട്ടിയിലൊക്കെ ആക്കി നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഇല്ല നമുക്ക് നല്ല ഐസ് കട്ട പോലെ ആവേണ്ട ഒരു ലൂസി പരുവം തന്നെ ആകണം പറഞ്ഞാൽ താഴെ വെക്കാം കേട്ടോ. അങ്ങനെയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലൂസിനും ഉറക്കാൻ വേണ്ടി വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കളി. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് എന്തായിരുന്നു കളി.
ഒരാൾ സൈക്കിൾ ഓട്ടണ്, ഒരാൾ സൈക്കിളിൻ്റെ ബാക്കിൽ ഓടണ്. അങ്ങനെ അപ്പോൾ എന്നും ഇപ്പം അങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ. ഇപ്പം ട്യൂഷനൊക്കെ ആയി പഠിത്തമൊക്കെ ആകുമ്പോൾ ഒരു ഇതല്ല. അപ്പോൾ ഒരു ശനിയാഴ്ചയല്ലേ ഇവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശരിയാന്ന് കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ട് ഞാൻ അങ്ങനെ വന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഷെയ്ക്ക് അടിക്കുന്ന ദിവസമായി. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാലൊക്കെ എടുത്ത്, ഒരു പാക്കറ്റ് ഫുള്ളും ഒഴിച്ചിട്ടില്ല, അത് ആവശ്യത്തിനാക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ. പിന്നെ ഒരു 6 സ്പൂണോളം ഇത് ഒഴിക്കണം കേട്ടോ. ആ സംഭവം ഞാൻ ഏകദേശം ഒരു ഇത് എടുത്തിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ 6-7 സ്പൂണ് ഇടുക. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്താണ് ഷെയ്ക്ക് ആയില്ലേ എന്നൊക്കെ ചോദിട്ട് രണ്ടുപേരും വരട്ടെ, അങ്കൂസും അല്ലൂസും വരുന്നത്. അപ്പോൾ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്താൽ ഷെയ്ക്കായി കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നൊക്കെ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഞാൻ ഉറപ്പ് പറയുന്നു. നമ്മുടെ കുട്ടികൾ വീണ്ടും ഇപ്പോൾ സപ്പോർട്ടയും കൂടെ അടിച്ചതാണെന്ന് അവർക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. അവർ വീണ്ടും ചോദിച്ച് കുടിച്ചോളും. അപ്പോൾ എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറാണോ? അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ഇഷ്ടമില്ലാത്ത നമ്മുടെ അല്ലൂസിനെ തന്നെ ആദ്യം വിളിച്ചു കേട്ടോ. അപ്പോൾ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ ആളുടെ പല്ല് മുമ്പിൽ പോയിക്കണല്ലോ. അപ്പം പല്ല് ഒരു പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ തണുപ്പ് തട്ടുമ്പോൾ ഇതിപ്പോൾ ഞാനൊരു ലൂസ് പോലെ ആക്കിക്കണ്, അധികം തണുപ്പിക്കണ്ട വെച്ചിട്ട്. ഇനി നിങ്ങൾക്ക് പാല് നല്ല കട്ടയാക്കിയിട്ട് അടിക്കട്ടോ. അപ്പം നല്ല ഷെയ്ക്കിൻ്റെ രൂപത്തിലാവും. ഇതിപ്പോൾ ഇവർക്ക് അധികം തണുപ്പായ ചുമയും കഫക്കെട്ടൊക്കെ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ അവൻ്റെ ഇപ്പാക്ക് ഒത്തിരി നമ്മുടെ സപ്പോട്ടയൊക്കെ കടിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒത്തിരി ബൂസ്റ്റൊക്കെ മേലിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ സപ്പോട്ട മുറിച്ചൊക്കെ പിന്നെ നമ്മൾ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇക്കാൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇക്ക കുടിച്ച്, ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. ഇക്ക ഒരു ഗ്ലാസ്സും കൂടി കുടിച്ചു കേട്ടോ. അത് വേറെ കാര്യം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഗ്ലാസ്സും കൂടി ഒക്കെ കുടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കുട്ടികളുടെ പാർക്കിലേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ടിക്കറ്റൊക്കെ വാങ്ങി നമ്മളങ്ങനെ ഇത് മെയിനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അങ്കൂസിന് സൈക്കിൾ ഓട്ടാൻ അറിയില്ല. അപ്പോൾ സൈക്കിൾ ഓട്ടി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. അപ്പോൾ സൈക്കിളൊക്കെ കുറച്ച് നേരമൊക്കെ വാപ്പയും മോനൊക്കെ ഇങ്ങനെ ഓട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇക്കാക്ക് മതിയാവും ഒക്കെ പറയും. അത് പറഞ്ഞാൽ ഇവ ശരിക്കും നോക്കില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഓട്ടടാന്നൊക്കെ പറഞ്ഞാൽ അവനെ ആരാ അവരിനൊക്കെ നോക്കി സൈക്കിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുക. അപ്പോൾ എങ്ങോട്ടും നോക്കൂല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇക്കാക്ക് മതിയായിക്കണം കേട്ടോ. അപ്പോൾ സൈക്കിൾ മെല്ലെ അവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ എന്താണ് നിൻ്റെ അമ്മായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആട്ടി ഇരിക്കുമ്പോൾ അപ്പുറത്ത് ആ കുട്ടികൾ അവിടെ കൂള ചിപ്സൊക്കെ തിന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛൻ എന്ത് കൂള ചിപ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഒരു കൈ വിട്ടത് ആളതാ വീഴാൻ പോയി. ആൾക്ക് ഇങ്ങനെ ചമ്മലായിക്കണം കേട്ടോ, നല്ല ചമ്മലൊക്കെ ആയി കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കൂള ചിപ്സ് ഉമ്മ പിടിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. പിന്നെ അവിടുന്ന് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തൊരു കുട്ടി അവിടെ കളിക്കണ കണ്ടപ്പോൾ എനിക്കതിൽ കയറണീങ്ങനെ. അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് ആ കുട്ടി അപ്പുറത്ത് ആ റിങ്ങിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചപ്പോൾ പിന്നെ ആ റിങ്ങിൽ കളിക്കാൻ നന്നായി. അപ്പോൾ എന്നാൽ ശരി ആയിട്ട് അവൻ അവിടെ നിന്നും പോയിക്കണം കേട്ടോ. അപ്പോൾ ആ റിങ്ങിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ ഇങ്ങനെ കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ അല്ലൂസ് സൈക്കിൾ ഓട്ടമൊക്കെ നിർത്തിയിട്ടുണ്ട്, മെല്ലെ വരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ആ റിങ്ങിലവൻ കളിക്കട്ടെ, ഇതിൽ നീ ആദ്യം കയറ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി എനിക്ക് വയ്യ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഓരോന്ന് പറയുന്നിട്ടാ. ലാസ്റ്റ് ഞാൻ ഈ റിങ്ങിൽ ചാടി മറിയണം നോക്കിക്കോ പറഞ്ഞു. ആൾക്ക് പൊന്തണ്ടേ. ഒക്കെ പറഞ്ഞു ഇനി എക്സസൈസൊക്കെ എടുക്കാനായിക്കണ എൻ്റെ അല്ലോ, നിനക്കിങ്ങനെ നിൻ്റെ ശരീരം പോക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ ഉപദേശം കൊടുത്തപ്പോൾ അതവിടെ നിർത്തിയിട്ട് പിന്നെ ഊഞ്ഞാലയിലെ ആട്ടം വെച്ചാൽ ഊഞ്ഞാലയിലെ ഒരേ ആട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ
അങ്കൂസ് ചാലിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാണ്ട് ചാട്ടണം. അപ്പോൾ ഒക്കെ പറഞ്ഞാൽ ആ ചാലിൽ വീഴാൻ നേരമായിരിക്കുന്നു പല്ല് അല്ലിക്കൻ്റെ പോലെ പോകുമ്പോൾ അറിയുമ്പോൾ പിന്നെ അത് നിർത്തി. പിന്നെ ഉരുസിപ്പാലത്തിൽ ഉരുസിയ ആളുടെ ബാക്കൊന്ന് വേദനിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇതിലാടണം എന്നായിട്ടോ രണ്ടുപേർക്കും. പിന്നെ അതിലൊക്കെ ഇരുത്തി ഒരേ ആടൽ അങ്ങനെ ആടലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ കുറേ നേരമൊക്കെ ആട്ടണോ പിടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഹാ എന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അല്ലൂസിന് ഉരുസണം എന്നായി. അപ്പോൾ എന്നാൽ ഉരുസിക്കോ പറഞ്ഞു അങ്ങനെ അവിടെ വീണു കേട്ടോ. അമ്മേന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീച്ചാണ്. അയ്യോ എൻ്റെ ഡ്രസ്സിലൊക്കെ ചളിയായിപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. പിന്നെ നമ്മുടെ അല്ലൂസ് എപ്പോഴുള്ള ഇത് മുഴുവിക്കാലേ ആൾക്കില്ല കേട്ടോ. എപ്പോഴും ഇതാ കാണുന്ന ആ മരം വരെ പോകും. അത് കഴിഞ്ഞ് ആ മരം ചവിട്ടിയിട്ട് വേണം അപ്പുറത്തൊക്കെ കടക്കാൻ. അതാൾക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ ഒക്കെ പറഞ്ഞു ഇന്ന് അങ്ങനെ പറ്റില്ല, ആ മരത്തിൻ്റെ അതിനൊക്കെ പോകണം നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് വേണം അന്ന് സൈക്കിളിന്ന് വീണിട്ട് പല്ലൊക്കെ പോയത് ഓർമ്മയില്ലേ ഇപ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. എന്നിട്ട് കേൾക്കണോ ഇതൊക്കെ കഴിഞ്ഞ് ആ മരത്തിൻ്റെ അവിടെ എത്തിയ കുട്ടി ഇറങ്ങണമില്ല ചാടണമില്ല. അങ്ങനെ നിന്ന് ലാസ്റ്റ് എന്താ ഇക്ക ഇറക്കേണ്ടി വന്നു അവനെ. ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കിയതാടാ അതിൽ ചവിട്ടിയിട്ട് ആ മരത്തേക്കൊക്കെ പോമ്മ എന്നിട്ട് അന്നത്തെ ഒന്നും ഓർമ്മയില്ല ഉമ്മാക്ക്, എൻ്റെ പല്ല് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്നാ നീ എന്തോ കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഇറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് അങ്കൂസിനെ ഒന്ന് ഊഞ്ഞാലയിലാടണമായപ്പോൾ അപ്പുറത്ത് കുട്ടികളുടെ ഊഞ്ഞാലയിൽ ഇരുത്തിയിട്ട് ഞാനൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ 2 കുഞ്ഞാവകൾ ഇരുന്ന് ആടണം കേട്ടോ. ഏതാ കുഞ്ഞാവ? നമ്മുടെ ഇപ്പിയും മോനും. അപ്പം ഞങ്ങൾക്കും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അങ്കൂസും വേഗം വന്നിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ അലിഹാദ് ഇങ്ങനെ ആട്ടുണ്ട് കേട്ടോ. സ്പീഡാകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവണം കേട്ടോ. അപ്പോൾ ഇക്ക പറയണം അയ്യേ എത്ര സ്പീഡ് പോരാ, ഞങ്ങൾ ഇങ്ങനെയല്ല ആടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കളിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങളെങ്ങനെ ആടിക്കോളൂ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി കാണും വരക്കും നമുക്ക് ഇനി പറഞ്ഞ് നിർത്താൻ പോകുക കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.